നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ കോൺക്രീറ്റ് പൈപ്പിനുള്ളിൽ കുടുങ്ങി 6 പ്രവാസി തൊഴിലാളികൾ മുങ്ങി മരിച്ചതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അറിയിച്ചു. മസ്കറ്റ് ഗവർണറേറ്റിലാണ് സംഭവം നടന്നതായി ലഭ്യമാകുന്ന വിവരം. പൈപ്പിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ തൊഴിലാളികളുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നുവെന്ന് തിങ്കളാഴ്ച അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം തൊഴിലാളികളെല്ലാം ഏഷ്യക്കാരാണെന്ന് മാത്രമാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇവർ ഏത് രാജ്യത്ത് നിന്നുള്ളവരാണെന്ന് വ്യക്തമല്ലാത്തതിനാൽ ആശങ്ക വർദ്ധിക്കുകയാണ് ഉണ്ടായത്. സീബ് വിലായത്തിലെ എയർപോർട്ട് ഹൈറ്റ്സിൽ ഒരു വാട്ടർ എക്സ്റ്റൻഷൻ പദ്ധതി സ്ഥലത്ത് 6 തൊഴിലാളികളെ കാണാതായെന്ന് ഞായറാഴ്ചയാണ് അധികൃതർക്ക് വിവരം ലഭിച്ചിരുന്നത്. ഒമാനിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തിരുന്നു. ഇതിനിടെ അപകടം സംഭവിച്ചത്. 12 മണിക്കൂറിലധികം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. 295 മീറ്റർ നീളമുള്ള പൈപ്പിൽ നിന്ന് വലിയ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ ശേഷമായിരുന്നു മൃതദേഹങ്ങൾ പുറത്തെടുക്കാനായത്. അപകട സ്ഥലത്ത് നിന്നുള്ള ചിത്രങ്ങളും പ്രാദേശിക മാധ്യമങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ സുരക്ഷാ കാര്യത്തിൽ കമ്പനികൾ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. തെക്കൻ ഇറാനിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാന്റെ വടക്കൻ മേഖലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. ഒമാന്റെ വിവിധ മേഖലകളിൽ ഇന്നും നാളെയും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബാത്തിന, ബുറൈമി, ദാഹിര, ദാഗിലിയ തുടങ്ങിയ ഗവർണറേറ്റുകളിലാണ് കനത്ത മഴയും കാറ്റും രേഖപ്പെടുത്തിയത്. അതേസമയം ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനയാത്രക്കാരെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട്. രാജ്യത്തിലുണ്ടായ കാലാവസ്ഥാ മാറ്റത്തെ തുടർന്ന് റോയൽ ഒമാൻ പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി തെക്കൻ ഇറാനിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ആഘാതം വർദ്ധിച്ചെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് പരക്കെ മഴ പ്രവചനമുണ്ടെങ്കിലും അൽഹാജർ പർവ്വത നിരകൾ, സൊഹാർ സഹം, കബൂറ തുടങ്ങിയ സ്ഥലങ്ങളിലാകും കൂടുതൽ മഴ പെയ്യുവാൻ സാധ്യതയുള്ളെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് കടലിൽ ശക്തമായ തിരമാല ഉയരാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് തോടും പുഴയും കരകവിഞ്ഞ് റോഡുകളിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.